സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? ദൈവത്തിന്റെ ദയയിലും അവന്റെ കൃപയിലും വർദ്ധിച്ചു വരുന്നുണ്ടോ? ആത്മീയമായി നിങ്ങൾ ബലപ്പെടേണ്ടതിനു വേണ്ടി, എല്ലാ വിഷയങ്ങളിലും അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി നമ്മുടെ പരമപിതാവായ കർത്താവ് നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുന്ന ദൈവമാണെന്നും അവനിൽ വിശ്വസിക്കുന്നതായ ആളുകളെ അവൻ അനുഗ്രഹിക്കും എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന സന്ദേശങ്ങളെ ഈ രീതിയിൽ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ പതിവായിട്ട് തന്നെ ഈ കാര്യപരിപാടികൾ കാണുന്നുണ്ടോ? വചനത്തെ ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? നിങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഫലം കായ്ക്കുവാൻ, നന്മയായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളും വ്യക്തിപരമായി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ, വിശ്വാസത്തോടെ അവനെ പിന്തുടരുമ്പോൾ മാത്രമേ ആത്മീയമായ പൂർണ്ണതയെ പ്രാപിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ദിവസം ഒരിക്കൽ കൂടി നാം ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ പോകുന്നു. ഈ വിഷയങ്ങൾ ഗ്രഹിക്കാം, ഹൃദയത്തിൽ നമുക്കത് ധ്യാനിക്കാം, അത് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വമായിട്ട് ജീവിക്കാം. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജീവിക്കാനിടയായി. മനുഷ്യർക്കെല്ലാവർക്കും മാതൃകയായി തീരേണ്ടതിനു വേണ്ടി ഒരു വ്യക്തി എപ്രകാരം ജീവിച്ചാലാണ് ദൈവത്തിന് പ്രസാദകരമാവുന്നത്, ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് കഷ്ടത സഹിക്കേണ്ടത്, എങ്ങനെയാണ് പരീക്ഷണങ്ങളെ ജയിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങൾ ജഡത്തിൽ വസിച്ചതായ യേശു കർത്താവ്, ശരീരധാരിയായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ച യേശു കർത്താവ് നമ്മെപ്പോലെ സകല വിഷയത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും അവൻ ജയിക്കാനിടയായി, നമുക്ക് മാതൃകയായിട്ട് തീരുവാനിടയായി. അവന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് നാം പഠിക്കേണ്ടതിനു വേണ്ടി അവൻ ശരീരധാരിയായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വർഗീയ വിഷയങ്ങളെക്കുറിച്ച് ഉപദേശിച്ചു തന്നു. തന്നോടൊപ്പം ആയിരിക്കുവാൻ കേവലം 12 ശിഷ്യന്മാരെ അവൻ തിരഞ്ഞെടുത്തു. ആ ശിഷ്യന്മാർ തന്നോടുകൂടെ ആയിരുന്ന സമയത്ത് അവൻ അവരെ പ്രസംഗിക്കുവാൻ പഠിപ്പിച്ചില്ല, പാട്ടുപാടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് രൂപവൽക്കരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ അവൻ പഠിപ്പിച്ചില്ല. എന്നാൽ അവർക്ക് പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചു. ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തതായ കർത്താവ് ആ ശിഷ്യന്മാർ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണമെന്നും ദൈവത്തോട് സംസാരിക്കുന്നവരായി തീരണമെന്നും കർത്താവ് ആഗ്രഹിച്ചു. ആ കാലത്ത് മാത്രമല്ല, ഈ കാലത്തും ആരാണെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് അത്യാവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ഉരുവിടുന്നത് അല്ല, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് ചോദിക്കുന്നതും അല്ല. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒരു ആചാരമെന്ന രീതിയിൽ അനുഷ്ഠിച്ചു പോകുന്നതായ ഒരു പദ്ധതിയും അല്ല. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംഭാഷണം നടത്തുന്നതാണ്, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നതാണ്, അവനോട് നാം സംസാരിക്കുന്നതാണ്, അവന്റെ സ്വരം നാം കേൾക്കുന്നതുമാണ്. ഇന്ന് അനേകം ആളുകൾക്കും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ എന്തോ നാമമാത്രമായിട്ട് ചില വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ചടങ്ങുപോലെ പ്രാർത്ഥിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്വർഗത്തിൽ അവരുടെ സ്വരം കേൾക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഭക്തിയുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളിൽ അതിന്റെ ശക്തി കാണാൻ കഴിയുന്നില്ല. പ്രാർത്ഥന സ്വർഗീയ ശക്തിയെ ഭൂമിയിലേക്ക് ഇറക്കുന്നു. പ്രാർത്ഥിക്കുന്നവന് പിശാചിനെ ജയിക്കുവാൻ കഴിയും, പിശാചിന്റെ കോട്ടകളെ തകർക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്റെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും ജയം നേടാനിടയാകും. പ്രാർത്ഥന ഒരു വ്യക്തിക്ക് ശ്വാസം പോലെയാണ്. ശ്വാസം കിട്ടാതിരുന്നാൽ നാം എങ്ങനെയാണ് മരിക്കുന്നത്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തി
ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതെ മരിക്കാനിടയാകും. പ്രാർത്ഥന നമുക്കൊരു നട്ടെല്ലാണ്. ഒരു വ്യക്തിക്ക് നട്ടെല്ലില്ല എങ്കിൽ നേരെ നിൽക്കുവാൻ കഴിയുകയില്ല. അതുപോലെ പ്രാർത്ഥന ഇല്ല എങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയില്ല. കാറ്റടിച്ചാൽ വീണു പോകുന്നവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നതായ ഒരു വ്യക്തിയായിട്ട് ജീവിതത്തിൽ പോകുവാൻ ഇടയാകും. അതുകൊണ്ട് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ ഒരു മാതൃകയായ പ്രാർത്ഥന ആ ദിവസം യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനിടയായി. ആ പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 9-ാം വാക്യം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്കു ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ചില പുസ്തകങ്ങളിൽ കാണുവാൻ കഴിയും, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് അല്ലോ. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിച്ചതായ ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ട് നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് അല്ല. ഈ പ്രാർത്ഥനയിൽ കാണുന്നതായ വിഷയങ്ങളെ, ഈ പ്രാർത്ഥനയിൽ കാണുന്നതായ മാതൃകയെ, ഈ പ്രാർത്ഥനയിൽ പറയപ്പെടുന്നതായ സാരാംശം നാം മനസ്സിലാക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവ്, നമ്മെ വിടുവിച്ചെടുത്തതായ കർത്താവ് നമ്മെ സ്വർഗീയ അവകാശികളാക്കി മാറ്റി. ഈ ലോകത്തിലായിരിക്കുന്നതായ നാം, പാപത്തിന് അടിമകളായിരുന്നതായ നാം ദൈവനാമത്തിൽ ജീവിക്കുന്നു എങ്കിലും അന്ന് പാപത്തിൽ തന്നെ ആയിരുന്നു. അന്ന് പരീശന്മാരെയും ശാസ്ത്രിമാരെയും നോക്കിയാൽ ന്യായപ്രമാണം നന്നായിട്ട് പഠിച്ചവരായിരുന്നു, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നവരായിരുന്നു. എന്നാൽ കർത്താവ് അവരെ കണ്ടു പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ പിശാചിന്റെ സന്തതികളാണ്. അവൻ ആദ്യം മുതൽ തന്നെ കള്ളനും കള്ളന്റെ അപ്പനും ആകുന്നു. കള്ളം പറയുന്ന ആളുകൾ, വഞ്ചന ചെയ്യുന്ന ആളുകൾ, കപടവേഷം കെട്ടുന്നവർ സ്വർഗീയ പിതാവിന്റെ മക്കൾ ആവുകയില്ല. എന്നാൽ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്ന സമയം അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. അവൻ സ്വർഗീയ പിതാവിന്റെ പുത്രനായിട്ട് മാറുന്നു. തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതായ എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവ് സ്വർഗത്തിൽ ഉണ്ട്, എൻ്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു, ഞാൻ ഈ ലോകം വിട്ട് പോകുന്ന സമയത്ത് സ്വർഗത്തിൽ ജീവിക്കാനിടയാകും എന്ന പ്രത്യാശയുമുണ്ടാകും. അതുമാത്രമല്ല, സ്വർഗീയ പിതാവ് എൻ്റെ സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരും എന്ന വിശ്വാസവും വർദ്ധിക്കുന്നു. ഈ ലോകത്തിലെ പിതാവിൻ്റെ മേൽ നമുക്ക് ഒരുപാട് ആശ്രയിക്കാൻ കഴിയില്ല. ആ ആശ്രയം പലപ്പോഴും നിലനിൽക്കുകയില്ല. എന്നാൽ നിത്യപിതാവായിരിക്കുന്നതായ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് അവന്റെ നാമത്തിൽ നാം ചോദിക്കുവാൻ ശീലിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കാനിടയാകും. ഈ വിശ്വാസത്തോടുകൂടെ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ വെച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവൻ നൽകും എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവന്റെ നാമം എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്? അവന്റെ നാമത്തെ കഴുകുന്നതിൽ കൂടി, ശുദ്ധീകരിക്കുന്നതിൽ കൂടി അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമോ? അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവന്റെ നാമത്തെ ധരിച്ചിരിക്കുന്നതായ, അവന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നതായ നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. ഒരു പിതാവിന്റെ മകൻ കാരണം ഒന്നുകിൽ ആ പിതാവിന് മഹത്വം ലഭിക്കുന്നു, അല്ലെങ്കിൽ ലജ്ജയുണ്ടാകുന്നു. ഒരുവൻ നല്ലവനാണെങ്കിൽ ഇന്ന വ്യക്തിയുടെ മകൻ നല്ല ഒരു വ്യക്തിയാണെന്ന് പറയും. എന്നാൽ ഒരാൾ ദുഷ്ടനാകുന്നുവെങ്കിൽ ഇവന്റെ പിതാവ് നല്ലവനാണ്, എന്നാൽ ഇവൻ ദുഷ്ടനാകുന്നു എന്ന് പറയാനിടയാകും. അതുപോലെ തന്നെ യേശുവിന്റെ നാമത്തെ ധരിച്ചിരിക്കുന്നതായ അനേകം ആളുകളും ഇന്ന് അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാത്തതുകൊണ്ട്, വിശുദ്ധിയോടെ ജീവിക്കാത്തതുകൊണ്ട്, പാപത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിന് പരിഹാസം വരികയാണ്. വചനം പറയുന്നത് പോലെ, നിങ്ങൾ നിമിത്തമാണല്ലോ
എന്റെ നാമം അന്യജാതിക്കാരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത് എന്ന വചനം ഈ കാലത്ത് എത്രയോ നിറവേറുന്നുണ്ട്. എത്രയോ ആളുകൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ്, ക്രിസ്ത്യാനിയുടെ പേരൊക്കെ ഇട്ട് മതപരമായ ചില ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തോട് കൂട്ടായ്മ ഉള്ളവനായിട്ട് ജീവിക്കാതെ, വിശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കാതെ കർത്താവിന്റെ നാമത്തിന് ലജ്ജ കൊണ്ടുവരികയാണ്. എല്ലാ പ്രാവശ്യവും നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ, നിന്റെ നാമം എന്നിൽ വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ നാമം കാരണം എന്നെ വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സകല പ്രവൃത്തികളിലും വിശുദ്ധരായി തന്നെ ജീവിക്കുക എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന വചനം നമുക്ക് അറിയാമല്ലോ. എത്ര ആളുകൾ തങ്ങളുടെ ഹൃദയശുദ്ധി കാത്തു സൂക്ഷിക്കുന്നുണ്ട്? എത്ര ആളുകൾ ഓരോ സമയത്തും യേശുവിന്റെ രക്തത്തിൽ തങ്ങളുടെ ഹൃദയം കഴുകപ്പെട്ടിട്ട് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ട്, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധി പ്രാപിക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ചടങ്ങായിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമില്ല. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ സമയത്തും കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ പരിശോധിക്കണമേ, എന്നെ ശോധന ചെയ്യണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നീ നോക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ നാം ശീലിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിൽ കോടിക്കണക്കിന് ദൈവദൂതന്മാരുണ്ട്. സ്വർഗത്തിൽ ദൈവത്തിന്റെ വാക്ക് എല്ലാവരും അനുസരിക്കുന്നു. ദൈവം തന്റെ വചനത്താലാണ് സകലത്തെയും സൃഷ്ടിച്ചത്. അവന്റെ വചനത്തിൽ ശക്തിയുണ്ട്, അവന്റെ വചനത്തിൽ അധികാരമുണ്ട്. അവന്റെ ഇഷ്ടം, അവന്റെ ഹിതം എല്ലാ കാര്യങ്ങളിലും സംഭവിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം. ഇപ്പോൾ ഈ ഭൂമിയിൽ ആരുടെ ഇഷ്ടമാണ് നടക്കുന്നത്? സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ടതായ അപവാദിയാകുന്ന പിശാച് ഈ ലോകത്തിൽ വാഴുന്നതായിട്ട്, ഈ ലോകത്തെ ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യന് ദൈവം കൊടുത്തതായ അധികാരം പിശാച് തട്ടിയെടുത്തിരിക്കുന്നു, പിശാചിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു, പിശാചിന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനാൽ ഭരിക്കപ്പെടേണ്ടതായ ഈ ലോകം ഇന്ന് പിശാചാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് പിശാചിന്റെ ഇഷ്ടമാണ് ഈ ലോകത്തിൽ നിറവേറുന്നത്. പിശാചിന്റെ പ്രവൃത്തികളാണ് വർദ്ധിച്ചു വരുന്നത്. അവന്റെ കാര്യങ്ങളാണ് ലോകത്തിൽ നാം കാണുന്നത്. എന്തുകൊണ്ടാണ് പിണക്കവും വെറുപ്പും വിദ്വേഷവും കലഹവും അസൂയയും വഞ്ചനയും? ഇവയെല്ലാം തന്നെ പിശാചിനെ സംബന്ധിച്ചുള്ളതാണ്, ദൈവത്തെ സംബന്ധിച്ചുള്ളത് അല്ല. ഈ ലോകത്തിൽ മനുഷ്യൻ പിശാചിന്റെ കയ്യിൽ വീണിട്ട് ഞെരിഞ്ഞ് അമരുകയാണ്. ദൈവം ആശിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയാതെ പിശാചിന്റെ പ്രേരണയ്ക്ക് അകപ്പെട്ടുകൊണ്ട് മനുഷ്യൻ സ്വയം നശിച്ചു പോവുകയാണ്. എത്രയോ ആളുകൾ ഇന്ന് മദ്യത്തിന് അടിമകളായിട്ട് ജീവിക്കുന്നുണ്ട്. ഓരോ ഭവനത്തിലും ഒരാളെങ്കിലും കാണും മദ്യത്തിനും ദുശീലത്തിനും അടിമയായിട്ട് ജീവിക്കുന്ന വ്യക്തി. ആ വ്യക്തി കാരണം ആ ഭവനത്തിലുള്ള മറ്റുള്ളവർ ദുഃഖിക്കുന്നു, അവർ വിഷമിക്കുന്നു. അനാരോഗ്യവും കടബാധ്യതയും ഞെരുക്കവും അവരുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതെ, പിശാച് കുടുംബങ്ങളെയും ജീവിതങ്ങളെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണെന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ മനുഷ്യൻ തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിന് കീഴ്പ്പെട്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യരും പണത്തിനു വേണ്ടിയും അതുപോലെ വസ്തു കൂട്ടിവെക്കുവാനും വേണ്ടി പ്രയാസപ്പെടുന്നത് കാണാം. ഈ ലോകമാണ് ശാശ്വതം എന്ന രീതിയിൽ അവർ ജീവിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അറിയാത്തവരായിട്ടാണ് അവർ ജീവിക്കുന്നത്. കർത്താവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരുമാറാകട്ടെ. ഭൂമിയിലുള്ള ഈ വ്യക്തികൾ യേശുക്രിസ്തുവിന് തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കുമാറാകണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്റെ ഇഷ്ടമല്ല, എന്റെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കണം എന്ന് എല്ലാ വിഷയത്തിലും കർത്താവിങ്കിലേക്ക് സമർപ്പണത്തോടെ ആയിരിക്കും. പ്രിയ സഹോദര സഹോദരി, ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്തെല്ലാം നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തെ അന്വേഷിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഉദ്ദേശത്തെ അന്വേഷിക്കുന്നുണ്ടോ? ഓരോ പ്രവൃത്തിയിലും, ഓരോ യാത്ര ചെയ്യുന്ന സമയത്തും, ഓരോ ജോലി ചെയ്യുന്ന സമയത്തും, ഓരോ പരിശ്രമം ചെയ്യുമ്പോഴും ദൈവമേ നിന്റെ ഹിതമാണോ എന്ന് നിങ്ങൾ ചോദിച്ച് ആരംഭിക്കുമ്പോൾ അത് സഫലമാകും. ദൈവത്തിന്റെ ഹിതമാണ്. ദൈവഹിതം ഉത്തമമാണ്. ദൈവഹിതം ചെയ്യുന്നവൻ നിത്യവും നിലനിൽക്കും. കർത്താവേ, നിന്റെ ഹിതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവൻ നിലനിൽക്കും. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവൻ
നശിച്ചു പോകും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവേ, സ്വർഗത്തിൽ നിന്റെ ഇഷ്ടം നടക്കുന്നത് പോലെ ഭൂമിയിലും നടക്കണമേ, എന്റെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടം നടക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നാം പഠിക്കേണ്ടതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ. ദൈവത്തിന്റെ രാജ്യം ഈ ലോകപ്രകാരമുള്ള രാജ്യം പോലെയല്ല. അവന്റെ രാജ്യം ശാന്തിയുടെ രാജ്യമാണ്, സമാധാനത്തിന്റെ രാജ്യമാണ്, നിർമ്മലമായതാണ്, സ്നേഹത്താൽ സമ്പന്നമായിരിക്കുന്ന രാജ്യമാണ്. ഈ ലോകരാജ്യങ്ങളെല്ലാം അധപ്പതിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ഈ ലോകത്തിലെ രാജാക്കന്മാർ വീണുപോകുന്ന ഒരു സമയം വരാൻ പോകുന്നു. രാജാതി രാജാവായ യേശുക്രിസ്തു വാനമേഘത്തിൽ വീണ്ടും വരുവാനുള്ളതായ സമയം അടുത്തിരിക്കുന്നു. ദൈവമേ, നിന്റെ രാജ്യം വരുമാറാകണമേ. നാം ആ സ്വർഗീയ രാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായി തീരണം. സ്വർഗീയ രാജ്യത്തിന്റെ അവകാശികളായിരിക്കണം. ഈ ലോകത്തിലെ രാജ്യങ്ങൾ അഴിമതിയാലും അക്രമത്താലും നിറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാണ്. ജനങ്ങൾ പരസ്പരം കലഹിക്കുന്നതായിട്ട്, പരസ്പരം കൊല്ലുന്നതിനു വേണ്ടി പരസ്പരം വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവരായിട്ട് പരിശ്രമിക്കുന്നത് നാം ദിനംതോറും കാണുന്നുണ്ടല്ലോ. ആ സ്വർഗീയ രാജാവ് വരാൻ പോവുകയാണ്. നമ്മയും അവന്റെ രാജ്യത്തിൽ അവനാക്കും. ആ രാജ്യത്തിൽ നീ ആയിരിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെടേണ്ടതാണ് എന്ന് കർത്താവ് പറയുന്നു. ഒരു രാത്രി സമയത്ത് നിക്കോദിമോസ് എന്ന വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്നിട്ട്, സ്വർഗരാജ്യത്തിന്റെ അവകാശിയാകണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരുവൻ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകുന്നില്ല എന്ന്. അപ്പോൾ മാതാവിന്റെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും. നിങ്ങൾ അതുകൊണ്ട് വീണ്ടും ആത്മാവിനാൽ ജനിക്കണം എന്ന് കർത്താവ് പറയുവാൻ ഇടയായി. ഒരുവൻ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന്റെ അവകാശി ആകില്ല. അവന്റെ രാജ്യം വരുമ്പോൾ ആ രാജ്യത്തെ പൗരത്വം നേടുവാൻ കഴിയില്ല. ഒരു ദിവസം കർത്താവ് ഒരു ശിശുവിനെ ചേർത്ത് നിർത്തി പറഞ്ഞു, നിങ്ങൾ താഴ്മയോടെ ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന്. കർത്താവേ, നിന്റെ രാജ്യം വരേണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ അവകാശിയായി എന്നെ മാറ്റണമേ, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതണമേ, ഞാൻ മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനു വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് എത്രയോ അത്യാവശ്യമായിരിക്കുന്നു. ഇന്നത്തേക്കുള്ള ഞങ്ങളുടെ ആഹാരം നീ നൽകണമേ. എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവേ, ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ, ഈ ദിവസം ഞങ്ങൾക്കുള്ള ആവശ്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. എല്ലായ്പ്പോഴും ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദൈവമാണ്. നമ്മെ സമൃദ്ധിയോടുകൂടെ സംരക്ഷിക്കാൻ കഴിയുന്ന മതിയാകുന്നതായ ദൈവമാണ്. എന്റെ കർത്താവ് എന്നെ വിശന്നിരിക്കാൻ അനുവദിക്കില്ല, എന്റെ കുറവുകളെല്ലാം അവൻ നികത്തി നൽകും എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാ ദിവസവും ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അവനോട് അപേക്ഷിക്കും. എല്ലാ ദിവസവും അവന്റെ നന്മ പുതിയതാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. അന്നത്തെ ദോഷം അന്നത്തേക്കും മതി, നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ ഈ കാലത്ത് എത്രയോ ആളുകൾ ദൈവസന്നിധിയിൽ ചെന്നിട്ട് അന്നത്തെ ആഹാരം ചോദിക്കാതെ ഈ വർഷം മുഴുവൻ ആവശ്യമായ ആഹാരം നൽകണമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള സമ്പത്ത് നൽകണമേ എന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നു. അതാത് സമയത്ത് ആഹാരം പാകം ചെയ്ത് കഴിക്കുകയല്ലേ, അതോ ഒരു മാസത്തെ ആഹാരം തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണോ? അതാത് സമയത്ത് ശുദ്ധിയായ ആഹാരത്തെ കഴിക്കുവാനാണല്ലോ നാം ആഗ്രഹിക്കുന്നത്. അതാത് സമയത്ത് ദൈവം നിനക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന ഉത്തമമായ ആഹാരം നൽകുന്നതിന് മതിയായവനാണ്. നിന്റെ ശരീരത്തിന് ആഹാരം എത്ര ആവശ്യമാണ്, അതുപോലെ തന്നെ നിന്റെ ആത്മീയ ശരീരത്തിനും ആഹാരം അത്യാവശ്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാ ദിവസവും 3 നേരം ആഹാരം നാം എങ്ങനെ കഴിക്കുന്നു, അതുപോലെ ദൈവത്തിന്റെ വചനവും നാം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനമാകുന്നതായ ഈ ആത്മീയ ആഹാരത്തെ നിങ്ങൾക്ക് കാൽവരി ദർശനം എന്ന പ്രോഗ്രാമിൽ കൂടി ലഭിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് വായിക്കുന്ന സമയത്തും ആത്മീയ ബലം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾക്ക് ആവശ്യമായ ആഹാരം ആവശ്യമായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നൽകുന്നവനായ ഒരു കർത്താവ് ഉണ്ട്. അവനിൽ വിശ്വസിക്കുക. ആ സ്വർഗീയ പിതാവ് നമ്മുടെ സകല ആവശ്യങ്ങളും നടത്തി തരുമെന്ന ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒരു ശിശു തന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിച്ചിട്ട് ഉറങ്ങുന്നതായ സമയത്ത് വീണ്ടും നാളെ പാൽ തരുമോ
എന്ന് ചോദിക്കില്ല. അതുപോലെ സ്വർഗീയ പിതാവിൽ നാം വിശ്വസിക്കുമ്പോൾ, ആശ്രയിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ നൽകും എന്ന വിശ്വാസമുണ്ടായിരിക്കണം. എല്ലാ ദിവസവും അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി അവനോട് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. സകല ആവശ്യങ്ങളും അവന്റെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് എത്രയോ ആവശ്യമാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നാം പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ള ആളുകളെ ദുഃഖിപ്പിക്കാറുണ്ട്. എല്ലാ ദിവസവും ഏതെങ്കിലും രീതിയിൽ നാം ദൈവത്തെ സങ്കടപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നത് എല്ലാ സമയത്തും ദൈവത്തിന്റെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കേണ്ടത് ആവശ്യമാണ്. അതേ സമയത്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എതിരായിട്ട് കുറ്റം ചെയ്ത ആളുകളോടും നാം ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. അതെ, മറ്റുള്ളവർ എന്നെ വെറുക്കുന്നു, അവർ എന്നെ നിന്ദിക്കുന്നുണ്ട്, ക്രൂരമായി സംസാരിച്ചു, എന്നോട് കലഹിച്ചു, എനിക്കെതിരായിട്ട് സംസാരിച്ചു, എന്നെ വഞ്ചിച്ചു, എന്നെ കുറ്റം പറഞ്ഞു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നാം ഹൃദയത്തിൽ വേദന അനുഭവിക്കാറുണ്ടല്ലോ. മറ്റുള്ളവർ ചെയ്തതായ ദോഷങ്ങൾ നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളും ക്ഷമിക്കില്ല. മറ്റുള്ളവർ നമുക്കെതിരായിട്ട് ചെയ്തതായ പാപങ്ങൾ നാം ക്ഷമിക്കുമ്പോൾ ദൈവത്തിനെതിരെ നാം ചെയ്തതായ കുറ്റങ്ങളും ദൈവം നമ്മോട് ക്ഷമിക്കാനിടയാകും. ഒരുപക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും ചെറിയ തെറ്റുകളായിരിക്കാം ചെയ്തിരിക്കുന്നത്, എന്നാൽ അനേക വിഷയത്തിൽ നാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നുണ്ടാവാം. എന്നാൽ എപ്പോഴാണോ നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്, അപ്പോൾ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും. ക്ഷമിക്കുവാൻ ശീലിക്കുക. ക്ഷമിക്കുന്ന മനസ്സ് യേശുവിന്റെ മനസ്സാണ്. കർത്താവ് എത്രമാത്രം ക്ഷമിക്കുന്നുവെന്നറിയാമോ? നാം ചെയ്ത പാപത്തിനനുസരിച്ച് അവൻ നമ്മെ ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ലോകത്ത് നാം ജീവനോടെ ഉണ്ടായിരിക്കുകയില്ലായിരിക്കാം. എന്നാൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, പാപങ്ങളെ മറന്നിരിക്കുന്നു. അന്ന് ആ ക്രൂശിൽ വെച്ച്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ തന്നെ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് നാമും മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. നമ്മളെ എതിർക്കുന്നവരെ സ്നേഹിക്കണം, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നമുക്ക് ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അത്യാവശ്യമാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ ദോഷം നിരൂപിച്ചിരുന്നുവെങ്കിൽ യഹോവയായ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ, മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നാം എത്രമാത്രം പ്രാർത്ഥിച്ചാലും, മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കോപം വെച്ചുകൊണ്ട് എത്രമാത്രം ദൈവത്തോട് നാം പ്രാർത്ഥിച്ചാലും ശരി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരില്ല എന്നുള്ളതായ സത്യം മനസ്സിലാക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാവിധമായ ശോധനയിൽ നിന്നും നാം വിടുവിക്കപ്പെടേണ്ടതിനു വേണ്ടി നാം എല്ലായ്പ്പോഴും കർത്താവിൽ ആശ്രയിക്കേണ്ടതാണ്. നാം ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ശോധനകൾ കടന്നുവരും. ദൈവം നമ്മെ ശോധിക്കുകയാണ് ചെയ്യുന്നത്, പരിശോധിക്കുകയാണ് ചെയ്യുന്നത്, പരീക്ഷിക്കുകയല്ല. ഓർക്കണം, പരീക്ഷകനായിരിക്കുന്നതായ പിശാച് പലവിധമായ രീതിയിൽ നമ്മെ പരീക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന്റെ ആവശ്യം കാണുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അതിന് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പരീക്ഷകളെ ജയിക്കാൻ ആവശ്യമായ മാർഗവും ദൈവം നമുക്ക് കാണിച്ചു തരും. അതല്ലാതെ പാപത്തിന്റെ വിഷയത്തിൽ ദൈവം ഒരിക്കലും നമ്മെ പരീക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ പരിശോധന നടത്തുന്നതിന് വേണ്ടി പലവിധമായ സാഹചര്യങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിശോധനയിൽ നാം ജയിച്ചു വരുന്നതായ സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയത പൂർണ്ണമാകുന്നത്. അങ്ങനെ ആത്മീയമായ വിഷയത്തിൽ നാം പരിപൂർണരായി മാറുന്നതിന് വേണ്ടിയാണ് ദൈവം പരിശോധന അനുവദിക്കുന്നത്. നമ്മെ പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടങ്ങളിൽ നിന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരീക്ഷയിൽ അകപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കാക്കും. ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ നാം പൊന്നുപോലെ പുറത്തു വരും എന്ന് പ്രാർത്ഥിച്ചതായ ഇയ്യോബ് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ അനുവദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദോഷം വരാതെ കാക്കപ്പെടും, ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പരിപൂർണരാകും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. രാജ്യം അവൻ്റേതാണ്, ശക്തി അവൻ്റേതാണ്, മഹത്വം അവൻ്റേതാണ്. അവൻ എന്നേക്കും നിത്യനായി നിലനിൽക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായ ദൈവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നാം പഠിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയിലെ വിഷയങ്ങളെ ഉൾക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആത്മീയമായി വളർന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഈ ദിവസം മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തുക. ഈ പ്രാർത്ഥനയിലുള്ളതായ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ ശീലിക്കുക. അപ്പോൾ
നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നന്മ പ്രാപിക്കും, എല്ലാ ദുഷ്ടന്റെ പ്രവൃത്തിയിൽ നിന്നും വിടുവിക്കപ്പെട്ട് കർത്താവിൻ്റെ ഹിതപ്രകാരം അവൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുവാനും കഴിയും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കുന്ന സമയം, അന്ന് നീ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതായ ഈ പ്രാർത്ഥന ഞങ്ങൾ ധ്യാനിക്കുന്ന സമയം, ഈ പ്രാർത്ഥനയിലെ സാരാംശത്തെ മനസ്സിലാക്കി നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് നിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥനയിൽ കൂടി വരുന്നതായ വിടുതലുകൾ, പ്രാർത്ഥനയിൽ കൂടി വരുന്നതായ സൗഖ്യങ്ങൾ, പ്രാർത്ഥനയിൽ കൂടി വരുന്നതായ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരും അനുഭവിക്കുന്നതിനു വേണ്ടി ഈ കാര്യപരിപാടി വീക്ഷിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് ഒക്കെയും ഞാൻ നൽകിത്തരുമെന്നുള്ളതായ നിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസം ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, അവരുടെ സങ്കടങ്ങളെക്കുറിച്ച്, അവരുടെ കടബാധ്യതകളെക്കുറിച്ച്, അവരുടെ രോഗത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവേ, അവരുടെ കഷ്ടതയിൽ നിന്നുകൊണ്ട് അവർ നിന്നോട് അപേക്ഷിക്കുന്ന സമയത്ത് യേശുവേ, അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് അവർക്ക് മറുപടി കൊടുത്ത് അവരെ സൗഖ്യമാക്കിക്കൊണ്ട് അത്ഭുത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അയക്കണമേ. എങ്ങനെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം അറിയാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് ഈ കാര്യപരിപാടി വീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന്, നിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാൻ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, മുഴങ്കാലിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുവാൻ ഇടയാകും. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥൻ ഒരുവനേയുള്ളൂ, അവനാകുന്നു കർത്താവായ യേശുക്രിസ്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മെപ്പോലെ ജഡത്തിൽ ഈ ലോകത്തിൽ വസിച്ചവനായ കർത്താവിന് നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ സങ്കടത്തെ മനസ്സിലാകും. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാകൊണ്ട് സ്വർഗത്തിൽ നിന്നും തന്റെ ശക്തിയെ അയക്കുവാനും അവന് കഴിയും. നിങ്ങളും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും, എല്ലാ പ്രശ്നത്തിൽ നിന്നും വിടുവിക്കപ്പെടും. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നിങ്ങളും ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ നിങ്ങളുടെ സംഭാവനയും സഹായവും ഓൺലൈനിൽ കൂടിയും DDMO കൂടിയും ഞങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ഓൺലൈനിൽ സംഭാവന അയക്കുന്നതായ സമയത്ത് നിങ്ങളുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി ബാങ്കിലെ ആളുകളോട് നിങ്ങൾ ഓർമ്മിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് രസീത് അയച്ചു തരുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അത് സൗകര്യപ്രദമാകും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 08939393939 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കത്തോടെയായിരിക്കുന്നു. നിങ്ങളും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അത്ഭുത കാര്യങ്ങൾ ചെയ്യാനിടയാകും. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.